നമ്മുടെ എച്ചിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ കൂട്ടത്തല്ലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 3-4 എച്ചിൽ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മലന്നും തിരിഞ്ഞും കിടന്നും ചാടിയൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം തുപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറി എറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ എച്ചിലുകളുടെ കൂട്ടത്തിലുള്ളത്. അതായത് എച്ചിലുകളുടെ കൂട്ടത്തിൽ തന്നെ സംഗീതം എന്നുള്ള പേര് വരുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചില ആൾക്കാർ സംഗീതം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക ഗസയിൽ നടക്കുന്ന ജനോസൈഡും അല്ലെങ്കിൽ അവിടുത്തെ പട്ടിണിനെ പറ്റി കുറച്ച് മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, അതായത് ഈ എച്ചിലാണെന്ന് വിചാരിച്ചിട്ട് മനുഷ്യത്വം കളയണമെന്നില്ലല്ലോ ഇപ്പോൾ നമ്മൾ ആരിഫിനെ പോലൊക്കെ. അപ്പോൾ അതല്ല, നമ്മൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുന്ന കൂടെ തന്നെ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ മൊത്തം ഇസ്ലാമിനും മുസ്ലിമിനും ഒന്നും ഇഷ്ടമല്ല, ഞാൻ സംഘിയാണ്, എനിക്ക് സംഘികളുടെ കൂടെ പോകണം, അല്ലെങ്കിൽ ഞാനൊരു സയനിസ്റ്റാണ്, എനിക്ക് അതിൻ്റെ കൂടെ പോകണം, അവർ തരുന്ന ഫണ്ട് നക്കി ജീവിതകാലം ജീവിക്കണം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് നമ്മുടെ ആരിഫൊക്കെ. അതല്ലാണ്ട് ലിയാഖത്തലിനെ പോലത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് സംഘി എന്ന് വിളിക്കുമ്പം ഒരു കുറച്ചിലാണ് മോശമാണ്, അല്ലെങ്കിൽ ഈ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകം തിന്നികൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വായ്ത്താളം അടച്ചിട്ട് അവരുടെ ആസനം നോക്കി ജീവിക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റിനെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക് പല കാര്യങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ലിയാഖത്തലിനെ പോലെ. അതല്ലാണ്ട് വേറെ കുറച്ച് എക്സ് മുസ്ലിങ്ങളുണ്ട്. അവർ എന്താ പറയുക, നമ്മുടെ പല അബദ്ധങ്ങളും സത്യം പറഞ്ഞാൽ ഇപ്പം ഇസ്ലാമിസ്റ്റ് അല്ലെ ഇസ്ലാമിക് ഇതിൽ തന്നെ പല മൊയ്ലിയന്മാരും പല വയലുകളിലും വന്ന് ഇരുന്ന് പറയുന്ന പല അബദ്ധങ്ങളും ഉണ്ട്. വെറുതെ എക്സാജുറേഷനൊക്കെ കൊടുത്തിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന അവസാനം അത് വീണ്ടും എടുത്തിട്ട് കേട്ട് കഴിഞ്ഞാൽ പഡ് വിഡിത്തങ്ങളാന്ന് തോന്നിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നതൊക്കെ വലിയ മണ്ടത്തരാന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം എക്സ് മുസ്ലിങ്ങളും ഉണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് നല്ല രീതിയിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗാസ എന്താ പറയുക വംശഹത്യനെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ പട്ടിണിനെ പറ്റി അല്ലെങ്കിൽ ഈ സംഗീതം തലേ കയറ്റി നടക്കണ്ട എന്നുള്ള കാര്യത്തിനൊക്കെ പറ്റി പരസ്പരം അടി കൂടുന്നു. ഇപ്പം ഭയങ്കര അവർക്കിപ്പം ഈ പണ്ടൊക്കെ ആരിഫൊക്കെ വന്ന് കുത്തിയിരുന്നിട്ട് അങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അതല്ലെങ്കിൽ അവൻ്റെ തന്നെ ശിങ്കിടികളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ച് അതിനെ സംസാരിപ്പിച്ച് അല്ലെങ്കിൽ അതിന് സ്വയം കൈയടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പായിരുന്നു. ലിയാഖത്തിൽ വേറെ ടൈപ്പിലായിരുന്നു, മറ്റു ചില ആൾക്കാർ വേറെ സമയത്തായിരുന്നു. ഇപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അവൻ്റെ കുറ്റം അല്ലെങ്കിൽ അവൻ പറഞ്ഞ ചെറ്റത്തരം പുറത്ത് കാണിക്കാൻ ചില ആൾക്കാർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എക്സ് മുസ്ലിങ്ങളുടെ ചർച്ച നടക്കുന്നത്. ലബന്മാരുടെ ഒക്കെ ഊളത്തരങ്ങൾ പുറത്തോട്ട് കാണിക്കുന്ന രീതിയിലുള്ള ചർച്ച. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇൻഫിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ് മുസ്ലിം പ്ലാറ്റ്ഫോം ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളി ആളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആള് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് എന്നും വന്നിരുന്നിട്ട് ഗസയിൽ പട്ടിണിയില്ല, ഗസയിൽ പ്രശ്നങ്ങളില്ല, ഗസയിൽ ആരെയും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ പച്ച നോണ ഈ പാവം സംഘികളാണല്ലോ. ആരിഫിനെ കേൾക്കുന്ന ആരാ സംഘികൾ ഏറ്റവും കൂടുതൽ. അപ്പം സംഘികളെ സുഖിപ്പിക്കുന്നതുകൊണ്ടാണ് ആരിഫിന് വീഡിയോസിന് ലൈക്ക് കിട്ടുന്നതും ഷെയർ കിട്ടുന്നതും ആരിഫിന് ഫണ്ട് കിട്ടുന്നതും. അത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ആരിഫ് ഇവിടെ വന്ന് ഈ എച്ചിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേറെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ മലയാളത്തിൽ ആരിഫ് ഇറക്കുന്ന എല്ലാ വീഡിയോസും കേൾക്കുന്നത് സംഘികൾ മാത്രം, സംഘികളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് ആരിഫ്. അതല്ലാണ്ട് ആരിഫ് ഇവിടെ പറയുന്നത് യുക്തിവാദമല്ല എന്നെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള എത്തിസ്റ്റിൻ്റെ വാദങ്ങളല്ല ആരിഫ് പറയുന്നത്. ആരിഫ് ഈ ഇസ്ലാം വിരോധത പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ വളർത്തുക ഈ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ, എന്നിട്ട് സംഘികളുടെ കയ്യടി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഷർദി നക്കി ജീവിക്കുക എന്ന് മാത്രമാണ് ആരിഫ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരിഫ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഗസയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടുത്തെ പട്ടിണിയുടെ കാര്യങ്ങളും പല റിപ്പോർട്ടേഴ്സും അവിടുത്തെ ഫോട്ടോ എടുത്ത് ന്യൂസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേജിൽ ഇടാറുണ്ട്. ആ ഫോട്ടോ പല സ്ഥലങ്ങളിലോട്ടായിട്ട് പോവാറുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന ഫോട്ടോകളിൽ കഴിഞ്ഞ ദിവസം ആരിഫ് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുക്കുന്ന ആളുടെ ഫോട്ടോ ഇപ്പുറത്തുനിന്ന് മറ്റൊരാളെടുത്ത ഫോട്ടോ ഈ സയനിസ്റ്റ് മീഡിയാസ് ഒരുപാടുണ്ട്, ഇസ്രായേലി മീഡിയ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഗോദി മീഡിയ അല്ലെങ്കിൽ സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ കുറേ യൂണിവേഴ്സിറ്റി കുറേ മീഡിയാസും ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ആരിഫിട്ട പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. അതായത് ഗസയിലെ പട്ടിണിയുടെ ചിത്രങ്ങൾ കണ്ണ് നിറയിപ്പിക്കും, ഫോക്കസ് ചെയ്യാൻ പാടുപെട്ട ക്യാമറയുടെ കണ്ണുകളാണെന്ന് മാത്രം, എന്നിട്ട് ആ ചിത്രം കണ്ട് വിശ്വസിക്കാൻ കുറേ വാണങ്ങളും പലസ്തീൻ വാണങ്ങൾ. പറയുന്നത് ആരാണ്? ഇസ്രായേലി പടുകുറ്റി വാണം. പോട്ടെ, കഷ്ടം. പച്ചയ്ക്ക് പറഞ്ഞാൽ പലസ്തീൻ ഒരു യാചക മാഫിയാണ്, പിച്ചയെടുക്കാൻ കുലത്തൊഴിലാക്കിയ കൂട്ടം. ആരിഫ് ഹുസൈൻ എക്സ് പലസ്തീൻ വേണം, ഇപ്പം ഇസ്രായേലി വേണം. അപ്പം എന്നിട്ട് ഈ ഫോട്ടോ ആണ് ഇട്ടത്. ഈ ആളുകൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചുമ്മാ ഒരു റെയിലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇവൻ നല്ല ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ വെറുതെ ആൾക്കാരെ കൊണ്ട് നിർത്തിച്ച് ഫോട്ടോ എടുക്കുന്നതാണ് ആരിഫ് ഇതിൽ പറയാൻ ട്രൈ ചെയ്യുന്നത്. ആരിഫ് അതാണ് പറയുന്നത്. അപ്പം എന്നിട്ട് അത് മറ്റ് ചില ഇസ്രായേലി മീഡിയാസിലും ഇവിടെയൊക്കെ വന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. മുമ്പിൽ വെറുതെ അവരെങ്ങനെ എന്താ പറയുക ഈ സ്റ്റുഡിയോ പോലെ ഉണ്ടാക്കി കെട്ടിവെച്ച ആൾക്കാരാണ് നിർത്തി ഫോട്ടോ എടുക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടിയാണ് നമ്മുടെ ഈ ഇൻഫിഡിൽ ക്ലബ്സ് അല്ലേ, അതെ, ഇൻഫിഡിൽസ് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ചാനലിന് പുള്ളിയുണ്ട്, അയാളുടെ പേര് എനിക്കറിയില്ല.
കറക്റ്റായിട്ട് പുള്ളി അതിനുള്ള മറുപടി 8Z ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒരുപാട് റീച്ച് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനും കൂടി ഒന്ന് എടുത്ത് നമ്മളറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ എടുക്കുന്ന എപ്പോഴാണെന്നും അവിടുത്തെ എന്താ പറയുക ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ക്ലബ്ബുകളുണ്ട്, ഈ പറഞ്ഞ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കൂടെ ക്രിയേറ്റ് ചെയ്തതാണ്. പണ്ട് അവിടെ UN അണ്ടറിലായിരുന്നു, അതുകൊണ്ട് ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് എത്തിയിരുന്നു. ഇപ്പം അതിന് പകരം ഒരു എന്താ പറയുക 20 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം ആൾക്കാരുടെ ഫുഡ് കൊടുത്ത് ബാക്കിയുള്ളവരെ പട്ടിണി കിട്ടുന്ന പരിപാടിയാണ് ഇപ്പം ഇസ്രായേൽ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു വീഡിയോ അല്ല, ആയിരക്കണക്കിൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത്, ആ ഫോട്ടോ അവിടെ ഫുഡ് വെക്കുന്നതിന് മുമ്പ് ആ റീലോട്ട് ഫുഡ് വെച്ചിട്ട് അവിടെ നിന്നാണ് ഈ പാവപ്പെട്ട ഈ കഷ്ടപ്പെട്ട അവിടെ അങ്ങനെ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് അവിടേക്ക് വെക്കുന്നതിന് മുമ്പ് ക്യാമറാമാൻ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ എടുത്ത ഫോട്ടോ മാത്രമാണ്. ഇതിനാണ് ഇവൻ ഇത് എന്താ പറയുക സ്റ്റുഡിയോട്ട് ഉണ്ടാക്കിയ ഫോട്ടോ ആണ് എന്നുള്ള രീതിയിൽ ഈ ചെറ്റ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരണം A to Z, ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് വെക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് ഒന്നും തരൂല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിത്ത് പെർമിഷൻ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളൊന്ന് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആരിഫൊക്കെ ഈ സംഘികൾക്ക് സംഘികൾക്ക് അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘികൾ ഇട്ട് കൊടുക്കുന്ന തീട്ടം തിന്നാൻ വേണ്ടിയിട്ട് എന്ത് കളവും ഇവിടെ വന്ന് ഈ പറഞ്ഞ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്ന് പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു സംഖ്യയെങ്കിലും അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല കാര്യം, അതുകൊണ്ടാണ് അത് ഇടുന്നത് കേട്ടോ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുറേ മനുഷ്യർ പാത്രമായിട്ട് നിൽക്കുന്ന കുറേ മനുഷ്യരുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് ചില ആളുകൾക്ക് കുരുപൊട്ടിയിട്ടുണ്ട്. അത് കുരുപൊട്ടാനുള്ള കാരണം ഇതുപോലെ കുറേ ഫോട്ടോ ഉണ്ടായതുകൊണ്ടല്ല. ഈ ഫോട്ടോ എന്ത് ചെയ്തു, ഒരു മെയിൻ സ്ട്രീം മീഡിയ അതിൻ്റെ കവർ പേജ് ആയിട്ട് പ്രിൻ്റ് അടിച്ചപ്പം ഈ കുരുപൊട്ടിൽ അങ്ങ് മൂത്തപ്പം കേരളത്തിലെ ഒരു പ്രമുഖൻ അതിൻ്റെ കൂടെ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് ഈ ഫോട്ടോ ഇട്ടിട്ട് ടൈംസ് മാഗസീൻ്റെ കവർ പേജ് ഇട്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ആളെ മാറിയിട്ടുള്ളൂ, പാത്രവും സ്ഥലവും ഒന്നാണ് കോയ. എന്നിട്ടൊരു ഇളിഞ്ഞ ചിരിക്കുന്ന ഒരു ഇമോജി. സിനിമയിൽ സെറ്റിടുന്ന പോലെ ഒരു യാചക ഫോട്ടോ സെറ്റ്, ഇതൊരു യാചക ഫോട്ടോ സെറ്റാണെന്നാണ് പറയുന്നത്. കൈവരി, പാത്രങ്ങൾ എല്ലാം റെഡി, ആളുകൾ മാത്രം മാറും. ഇതാണ് ഹൈടെക് പിച്ചയാണ് എന്നാണ് ഈ മാന്യദേഹം ഈ ഫോട്ടോയെക്കുറിച്ച് പറയുന്നത്. ഹൈടെക് പിച്ച നടത്തുന്ന ആരാണെന്ന് പരിശോധിച്ചാൽ ഒന്ന് മനസ്സിലാവുന്നതാണ്. എന്തുവാടേ ഇത്, ഒരു മയമൊക്കെ വേണ്ടേ ആളെ പറ്റിക്കുമ്പോൾ? ഫോട്ടോ വേറെയാണ് എന്നും പറഞ്ഞു വരുന്ന കോയമാരോട് ആളെ മാറിയിട്ടുള്ളൂ, പാത്രവും സ്ഥലവും ഒന്നാണ് കോയ എന്നാണ് പറയുന്നത്. കോയ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഷ്വലായിട്ട് വിളിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയാണോ, സൗഹൃദമായിട്ടാണോ പറഞ്ഞത്, അല്ല വല്ല മനസ്സിൽ വല്ല വെറുപ്പും ഉദ്ദേശിച്ചിട്ടാണോ കോയ വിളി എന്നുള്ളത് നമുക്കറിയില്ല. ആ കോയ വിളി ഞാനത് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഫോട്ടോ അറ്റാച്ച് ചെയ്ത്, ഒന്ന് ടൈംസ് മാഗസിൻ്റെ കവറും അതിൻ്റെ കൂടെ മറ്റൊന്ന് വെച്ചിട്ടുള്ളത് ഇതാണ്: എ ബിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ്. ബിൽഡ് എന്ന് പറഞ്ഞൊരു മാഗസിനാണ് ജർമ്മനിയിലെ. അവർ ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ചെയ്യുന്ന ഇതാണ്: ഗാസ ഫോട്ടോഗ്രാഫർ സ്റ്റേജസ് സഫറിംഗ് ഫോർ ഹമാസ് പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഫോട്ടോ സ്റ്റേജ് ചെയ്തിട്ടതാണ്. അതായത് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള പോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഒരു സിനിമയിൽ സെറ്റിടുന്ന പോലെ സെറ്റിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇതാണെന്നാണ് ആരോപണം. ആ ആരോപണം അവിടെ നിൽക്കുന്നില്ല, വീണ്ടും വേറൊരു പോസ്റ്റ് കൂടെ ഇടുന്നുണ്ട്. ഇതൊന്നും കാണാതെ ഹമാസിൻ്റെ വലയിൽ വീണവരോട് സഹതാപം മാത്രം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും സഹതാപം വന്ന ആളുകളോട് ഒരു സഹതാപം അദ്ദേഹത്തിൻ്റെ വക അങ്ങ് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സഹതാപമൊക്കെ ഉള്ള മനുഷ്യനാണ് ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വിശ്വസിച്ച് നടന്ന മനുഷ്യർ. അപ്പോൾ ഇവിടെ ഫോട്ടോ എന്താണ് കാണുന്നത്, ഒരാൾ ഇങ്ങനെ ലോവർ ആംഗിളിൽ കുറേ ആളുകൾ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോയോ വീഡിയോ എന്തോ എടുക്കുന്നു. ഇത് സിനിമ സെറ്റാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇദ്ദേഹം സ്വയം കണ്ടെത്തിയതാണെന്നല്ല പറയുന്നത്, ബിൽഡ് മാഗസിൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബിൽഡ് മാഗസിൻ ദിസ് ഗാസ ഫോട്ടോഗ്രാഫർ സ്റ്റേജസ് ഹമാസ് പ്രൊപ്പഗൻഡ, ഇതാണ് ആ മാഗസിനിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ട്. അതേ സംഭവം എടുത്തിട്ട് പിന്നെ എടുത്തുപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലാണ്. കണ്ടില്ലേ? എ ജോയിൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അറ്റ് SZ and Bild reveals how Hamas Pallywood stage or selectively framed media to manipulate global opinion ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്നാണ് ആര് പറയുന്നത്? ഇസ്രായേൽ ഒഫീഷ്യൽസ് പറയുന്നതും നമ്മുടെ സാറ് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ സാറ് എടുക്കുന്നത് മുഴുവൻ ഇസ്രായേൽ ഒഫീഷ്യൽസ് എടുക്കുന്ന സാധനങ്ങളാണ്. ഇതേ സാധനം തന്നെയാണ് സ്റ്റോപ്പ് ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലും എടുക്കുന്നത്. അതായത് ഒരുവിധം സയനിസത്തെ വിമർശിക്കുന്ന ആളുകളൊക്കെ ആൻറ്റി സെമിറ്റിസം ആണെന്ന് പറയുന്ന ആളുകളൊക്കെ ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഹോണസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡിലും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റും ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്? ഈ ഫോട്ടോസ് എടുത്തിട്ടുള്ള അത് ഈ പറഞ്ഞ ആൾ അങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇതേപോലെ സെറ്റൊക്കെ ഇട്ട് ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് പാത്രമൊക്കെ കൊടുത്തിട്ട് എടുത്തതാണെന്നാണ് പറയുന്നത്. ഇയാളുടെ പേര് അനസ് ഫത്തേഹ് എന്നാണ്. ഈ അനസ് ഫത്തേഹ് എടുത്ത ഫോട്ടോ ആണ് ഇതേപോലെ സ്റ്റേജ് ചെയ്ത് എടുത്തതാണ് എന്നാണ് ഇവരുടെ ആരോപണം. ഭയങ്കര ആരോപണമാണ്.
എന്താണ് അതിൻ്റെ വസ്തുത? ആ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് അനസ് എടുത്തതാണെന്നാണ് പറയുന്നത്. നമ്മളതിൽ വസ്തുതകളിലേക്ക് പോകുമ്പോൾ ഈ ഫോട്ടോ ഗെറ്റി ഇമേജിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ചത് ഗെറ്റി ഇമേജിൻ്റെ കാറ്റഗറി ഇതിൽ വരുന്നതാണ്. അനഡോളു എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കിഷ് മീഡിയ ഏജൻസിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അനസ് എടുത്തതാണെന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ ആളുകളും നമ്മുടെ സാറ് പറയുന്നത്. ഇതൊരു പിച്ചയാണ്, ഹൈടെക് പിച്ചയാണ്. ഹൈടെക് പിച്ച എടുക്കുന്നത് അനസ് കോയ, മൂപ്പര ഭാഷയിൽ അങ്ങനെ ആയിരിക്കും. അനസ് കോയ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുത്തിട്ട് ആളെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഗെറ്റി ഇമേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഫോട്ടോ എടുത്തിട്ടുള്ള ആളെ പേര് അലി ജദല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്താണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്? ആര് പോലുമല്ല, ഈ പറഞ്ഞ അനസ് ഫത്തേഹ എടുത്ത ഫോട്ടോ അല്ല. ഈ അനസ് ഫത്തേഹ ഫോട്ടോ എടുക്കുന്ന പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫോട്ടോ ആരുടെ ഫോട്ടോ ആണ് ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തത്? അലി ജദല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഫോട്ടോ ആണെന്നാണ് ഗെറ്റി ഇമേജ് പറയുന്നത്. അവരിൽ നിന്ന് എടുത്തതാണെന്നാണ് ആരും പറയുന്നത്? നമ്മുടെ ടൈംസ് മാഗസിനും ഫോട്ടോഗ്രാഫ് ബൈ അലി ജദല്ല അനഡോളു. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ പറയുന്നതെന്ന് അറിയില്ല. ഓക്കെ, എന്നാലും ശരി, ഗെറ്റി ഇമേജ് അതിൽ നിന്നാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോ ആണ് ഇവർക്ക് കുരുപൊട്ടിയ ഫോട്ടോ. അപ്പോൾ ആരാണ് അലി ജദല്ല? അലി ജദല്ല എന്ന് പറഞ്ഞ ആൾ ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഇത്. ഇതിൽ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ അലി ജദല്ല, ഇനിയിപ്പോൾ അനസ് തെറ്റി പറഞ്ഞതാണെങ്കിലും അലി ജദല്ല ഇതേപോലെ എല്ലാവരെയും വെച്ചിട്ട് സ്റ്റേജൊക്കെ ചെയ്തിട്ട് ഇത്രയും ഫോട്ടോസ് എടുക്കുന്ന ഒരു ഹമാസ് ജേതാവായിരിക്കും സാറുമാരുടെ കാഴ്ചപ്പാടിൽ. അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നതല്ല. ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു, ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തു. അതാണ് വലിയ ക്രൈമായിട്ട് ഈ സാറുമാരെയൊക്കെ കുരുപൊട്ടിയത്. സാറുമാർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സ്റ്റേജ് ചെയ്താണെന്നാണ്. അതല്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. മനുഷ്യസ്നേഹം കൂടിയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആവാനാണല്ലോ സാധ്യത. മനുഷ്യസ്നേഹികളാണല്ലോ, ഹ്യൂമാനിറ്റേറിയൻ. നമ്മൾ പിന്നെ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ പിന്നെ UDHR എല്ലാ അച്ചാറും പഠിപ്പിക്കുന്ന ആളുകളാണല്ലോ. UDHR മനുഷ്യത്വതയും ജനീവ കൺവെൻഷനും ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോട്ടോ കണ്ടപ്പോൾ മനുഷ്യത്വം അങ്ങ് വന്നിട്ട് ഇത് സ്റ്റേ ചെയ്തതാണെന്നുള്ള ആരോപണമായിട്ട് വയ്ക്കുന്നത്. ഇത് ആരുടെ ആരോപണമാണ് ശരിക്കും പറഞ്ഞാൽ? ഇസ്രായേൽ ഏജൻസികൾ തള്ളിക്കൊണ്ടുവന്ന സാധനം എടുത്തിട്ട് നമ്മുടെ സാറും നമ്മുടെ നാട്ടിലും ഈ സാധനം നൈസായിട്ട് അങ്ങ് വിതരണം ചെയ്യുകയാണ്. എന്ത് ഹൈടെക് പിച്ചയാണ്, അതിൻ്റെ കൂടെ ഒരു അധിക്ഷേപവും ഞാനും അത്ര മോശമല്ല എന്ന രീതിയിൽ പുള്ളിയല്ലേ. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ അനസ് ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും, അവിടെ റെയിലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ട്രോളിയൊക്കെ ഇടാനുള്ള സിനിമാ സെറ്റ് ട്രോളിയൊക്കെ ഉണ്ടാവുമല്ലോ, ട്രോളിയൊക്കെ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ട്രോളിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ. അങ്ങനെ ആ രീതിയിലാണ് ആ സാധനത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ, ആ ലൊക്കേഷൻ്റെ വൈഡ് ആംഗിൾ ഫോട്ടോ ഒന്നെടുത്ത് കണ്ടാൽ മതി, അവിടുത്തെ പ്രശ്നം തീരും. ഏതാണ് ഈ സാധനം? ഇത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി കിച്ചണാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച്, കാരണം ആർക്കും വീടും അടുക്കളയൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കുക്ക് ചെയ്യുന്നു. ആ കുക്ക് ചെയ്യുന്നത് പാത്രത്തിൽ വാങ്ങിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ അവിടെയുള്ള ജേർണലിസ്റ്റുകൾ, അവിടുത്തെ ഒരു റിയാലിറ്റി പുറത്തേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നതിനെയാണ് ഇവരെന്ത് പറയുന്നത്, ഇത് സിനിമയ്ക്ക് വേണ്ടി എടുത്ത പോലെ എടുക്കുകയാണ്, ആളുകളെ സഹതാപം പിടിച്ചു പറ്റാൻ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കമ്മ്യൂണിറ്റി കിച്ചണാണ്. ഇതാണ് പിന്നെ അനസ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ബോർഡ് വായിച്ചാൽ മതി. ആളുകൾക്ക് ഗൂഗിളിൽ മറ്റേ ലെൻസ് ഇട്ടിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അവിടെ എന്താ എഴുതി വെച്ചതെന്ന്. പക്ഷേ ഇത് ഈ ഫോട്ടോ എടുത്തത് ആരാണ്? ഈ ഫോട്ടോ എടുത്തത് അനസ് പോലും അല്ല. ഈ ഫോട്ടോയിൽ ഇവിടെ കാണിക്കുന്ന അനസ് പോലും അല്ല, ടൈംസ് മാഗസീനിൽ വന്നിട്ടുള്ള ഫോട്ടോ വെച്ച് എടുത്തത്. അത് എടുത്തത് വേറെ ആളാണ്. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും അനസ് ഏതാണ് അല്ലേ. അനസിൻ്റെ ഇൻസ്റ്റാഗ്രാമോ നേരത്തെ നമ്മൾ പിന്നെ അലി ജദല്ലയുടെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു. ഇത് അനസിൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. ഇതാണ് അനസിൻ്റെ ഇൻസ്റ്റാഗ്രാം. അനസും ഇതേപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണ്, ഒരു ജേർണലിസ്റ്റാണ് അല്ലേ. ഇതൊക്കെ അനസ് എടുത്ത ഫോട്ടോസാണ്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണാം. ഇതേപോലെ തന്നെ അലി ജദല്ലയുടെയും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതൊക്കെ ഫോട്ടോസാണ്, അതിലേതൊക്കെയാണ് സ്റ്റേജ് ചെയ്തിട്ട് അനസും ജദല്ലയും കൂടെ എടുത്തത്, അനഡോളു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ എടുത്തതെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ അനസ് എടുക്കുന്ന വീഡിയോ ഏതാണെന്ന് അനസ് പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? ഈ വീഡിയോ ആണ് അനസ് അനഡോളു ഏജൻസിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഉണ്ടോ? അനസ് നേരത്തെ അവിടെ ഭക്ഷണത്തിൻ്റെ പാത്രം കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് എടുക്കുന്ന സീനാണ് നേരത്തെ കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് അനസ് എടുത്തതാണെന്നാണ് അനഡോളു ഏജൻസി പറയുന്നത്. ആ വീഡിയോ ആണിത്. ആ വീഡിയോ ഇപ്പോൾ എന്ത് ചെയ്തു, അതേ സ്ഥലത്ത്, അതായത് സെറ്റ് ഇട്ട സ്ഥലത്ത്, ട്രോളി വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഭക്ഷണപാത്രം കൊണ്ടുവച്ചിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. വല്ലാതെ ക്രൂരത അല്ലേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ. കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്ന ക്രൂരത നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആർക്ക്? മനുഷ്യത്വ സ്നേഹികൾക്ക്, മനുഷ്യത്വവാദികൾക്ക്. അതാണ് ഈ കാണുന്നത്. മനുഷ്യത്വവാദികൾക്ക് സഹിക്കാൻ പറ്റാത്ത സീനുകളാണല്ലോ ഈ കാണുന്നത് അല്ലേ. കുറേ ആളുകൾ പാത്രമായിട്ട്, പാത്രം സെയിമാണ്, ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ. അതതിൻ്റെ മൂവ് ചെയ്യുന്ന സാധനമാണ്. ആളുകൾ പാത്രമായിട്ട് എന്തിനു വരുന്നു? ഭക്ഷണം മേടിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ഗതികേട്ടിലേക്ക് എത്തിച്ചിട്ട്
അവർ ഭക്ഷണം വാങ്ങാൻ വന്നത് ലോകത്തെ ഇതേപോലെ അറിയിക്കാൻ വേണ്ടി കണ്ടോ അവിടെ പാത്രമൊക്കെ ഉണ്ട് അപ്പുറം ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അതിൻ്റെ പല പല ഷോട്ടുകളാണ്. ഭക്ഷണം കൊടുക്കുന്നു. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ മനുഷ്യർക്ക് ഇനി എന്താണാവോ സഹിക്കാൻ പറ്റുന്നത്? എത്ര പ്രാവശ്യം ഇതേപോലെ നുണകൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും? എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞ നുണകൾ? ഈ പറയുന്ന ആളുകൾ ഇനി ഹമാസ്, ഇപ്പോൾ ഞാനൊക്കെ ഹമാസിൻ്റെ ആളായി മാറിയിട്ടുണ്ടാവും. ഹമാസോളി ഇപ്പോൾ അങ്ങനെയാണല്ലോ പുതിയ പേരും. ഇപ്പോൾ ഈ വീഡിയോസ് എന്താ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ വീഡിയോ എടുക്കുന്നത്? സെറ്റിട്ട് എടുക്കുന്നതാണ്. ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം വാങ്ങാൻ വന്ന് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഇത് പറയുന്നത് ഹൈടെക് പിച്ചയാണെന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോണം. അപ്പോഴേ അറിയുള്ളൂ എത്രത്തോളം ഹൈടെക്കാണ് ഒരു മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി ഈ ഒരു ഗതികേടിലേക്ക് എത്തിയതെന്ന്. ഈ ഒരു ഗതികേടിലേക്ക് ഇപ്പോഴും നിലനിർത്തുന്നത് ആരാണെന്ന്. കാരണം ഇവിടെ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെന്നാണല്ലോ പറയുന്നത് അല്ലേ? എന്താണ്? കുടുംബങ്ങളിൽ നിന്ന് അകറ്റുന്നു അല്ലേ? ഒരു എക്സ് മുസ്ലിം ആയതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്ന് അകറ്റുന്നു, നിരീശ്വരവാദികളായതുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു അല്ലേ? പ്രശ്നം തന്നെയാണ്, അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതോ, ഇതിനെങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകൾ ഓൾറെഡി ഈ പറഞ്ഞ ഞങ്ങൾ ഭയങ്കര ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അതിലൊരു ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു മെയിൻ സ്ട്രീം മീഡിയ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രൊപ്പഗണ്ട ഇറക്കിയ ഈ സയനിസ്റ്റുകൾ ഇറക്കിയ പ്രൊപ്പഗണ്ട അങ്ങനെ തന്നെ കേരളത്തിൽ വന്ന് ഛർദ്ദിച്ച് വയ്ക്കാൻ എങ്ങനെയാണ് മനസ്സുണ്ടാവുന്നത്? മനുഷ്യത്വം കൂടിപ്പോയതുകൊണ്ടായിരിക്കും. നല്ല മനുഷ്യത്വമായിരിക്കും, നല്ല മനുഷ്യത്വമാണ് അല്ലേ? കൊള്ളാം. ഇതാണ് ആ അനസ് അവിടെ കുനിഞ്ഞെടുത്ത ഫോട്ടോ വീഡിയോ, അനസ് പിന്നെ പബ്ലിഷ് ചെയ്ത വീഡിയോ ആണിത്. നേരത്തെ എടുത്ത ഫോട്ടോ അനസിൻ്റെ പോലും ഇല്ല. അനസ് കുനിഞ്ഞെടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അനസിൻ്റെ പോലും ഇല്ലാത്ത ഫോട്ടോ ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തപ്പോൾ അത് അനസാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നോണ പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ സയനിസ്റ്റ് പ്രോപ്പഗണ്ട എടുത്തിട്ട് ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറഞ്ഞ ആളുകൾ ലീഡ് ചെയ്ത എവിഡൻസ് ഇതാണ്. ഇതേ വീഡിയോ തന്നെ വേറെ ന്യൂസ് ഏജൻസീസ് ഇതേപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കമ്മ്യൂണിറ്റി കിച്ചനെയാണ് പരിഹസിക്കുന്നത്. വേറെ ന്യൂസ് ഏജൻസി ഇട്ടതാ വീഡിയോസ് കണ്ടു നോക്ക്. ഒന്ന് പരിശോധിക്കേണ്ടത് എവിടെയെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഇസ്രായേൽ പുറത്ത് വിടുന്ന അല്ലെങ്കിൽ സയനിസ്റ്റുകൾ പുറത്ത് വിടുന്നത് അവർ ഛർദ്ദിച്ച് വിടുന്ന ചണാക്കിലെടുത്തിട്ട് ഇവിടെ വന്ന് ചതിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ അല്ലേ? സ്വതന്ത്ര ചിന്തകരാണെന്നല്ലേ, ഫ്രീ തിങ്കിങ് ആണെന്നല്ലേ, ബയസില്ലെന്നല്ലേ പറയുന്നത്? അത് പരിശോധിക്കണ്ടേ? ഇത് ഒരു സാധനം, അതായത് ഒരൊറ്റ പോസ്റ്റ്, 1-2 ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇറക്കിയിട്ടുള്ള പ്രൊപ്പഗണ്ടയെ പൊളിക്കാൻ നമ്മൾ ഇത്രയും നേരം ഇരുന്നത് വിശദീകരിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പ്രൊപ്പഗണ്ട എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. ആ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇരുന്നിട്ട് വേറൊരാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പഠിപ്പിക്കണം. ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. ഇവിടെ മൊയന്താവല്ലേ? ഇത്ര വലിയ മൊയന്തകളാണോ നിങ്ങൾ? അത് ഇങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നത് ആണത്. ഈ സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഇത് ചെയ്യുക? ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവില്ലേ? അവിടെയല്ലേ ഈ ഭക്ഷണം കൊടുക്കുന്നത്? അതിന് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെയല്ലേ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി വേണ്ടി, സാമാന്യ ബുദ്ധി. അത്ര വലിയ മൈന്തുകളാണോ? നമ്മൾ വിശ്വാസികളാണ്, മൈന്തുകളാണ്, മദ്രസ പൊട്ടന്മാരാണ്, അന്തംകോയകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലേ? ഇത്ര വലിയ മൈന്തുകളാണോ ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞ ആളുകൾ? ഒരു പ്രൊപ്പഗണ്ട പുഷ് ചെയ്തതിൻ്റെ സാധനം അതിനെ ഡിബങ്ക് ചെയ്യാനോ അത്രയും സമയം എടുക്കണം. ആലോചിക്കണം എത്ര എഫേർട്ട് ബാക്കിയുള്ളവർ എടുക്കണമെന്ന്. ഇതൊക്കെ പറയേണ്ടതെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ സാധനം വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ ഇത് നരേറ്റ് ചെയ്യുമ്പോൾ, ഒരു കൂടെ ഉള്ളവനെ വൃത്തികേട് കാണിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് വൃത്തികേടല്ലേ എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അനസ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്തതെന്നുള്ളത്. അതിൻ്റെ പിന്നെ ക്രെഡിറ്റ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടല്ലോ ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്തു, ആരെടുത്തു, ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഫുഡ് അങ്ങോട്ട് വന്നിട്ട് ഈ ആൾക്കാരുടെ ആ ഫുഡ് കിട്ടാൻ വേണ്ടി ആൾക്കാർ കഷ്ടപ്പെടുന്നത് എല്ലാ ഡീറ്റെയിൽസും A to Z പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ലോങ് വീഡിയോ ആണ്, കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സംഘി വാണങ്ങളായിട്ടുള്ള ആരിഫിനെ പോലത്തെ വാണങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ സംഖ്യകളെ പറ്റിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഇവരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ നല്ല അടിയുണ്ടായത്. അതായത് ഇത് കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഇൻഫിഡിൽ പോലത്തെ ആൾക്കാരൊക്കെ അവരിപ്പം എന്താ പറയുക, ഒരു എക്സ് മുസ്ലിം അല്ലെങ്കിൽ യുക്തിവാദം പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതല്ലാതെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ സംഘികളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, സംഘികളുടെ അടുത്ത് കുറച്ച് ആളെ കിട്ടി ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഹ്യൂമാനിറ്റേറിയൻ ബേസിൽ ഒരു ഇതുമില്ലാത്ത ആരിഫിനെ പോലത്തൊക്കെ ചെറ്റ് ജന്തുക്കളുണ്ടല്ലോ, ആ ജന്തുക്കൾ ഇറക്കി വിടുന്ന ഫോട്ടോസിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? സയനിസ്റ്റ് ഗ്രൂപ്പിനോട് കൂടി അല്ലെങ്കിൽ സയനിസം അവർ പറഞ്ഞു തരുന്ന, ഇസ്രായേലി മീഡിയ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ ഛർദി വാരി വായിലോട്ടിട്ട് ഇവിടെ വന്ന് സംഘികളുടെ വായിലോട്ട് തള്ളിക്കൊടുക്കുന്ന ആരിഫൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ഈ ഒരൊറ്റ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഇതാണ് അവസ്ഥ. എന്താ ചെയ്യല്ലേ? ഇവനൊക്കെ തമ്പുരാനറിയാം, പടച്ചവനോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഇവനൊക്കെ വല്ല വണ്ടിയും തട്ടിയിട്ടിട്ടെ ഈ ചത്ത് മലയ്ക്കുന്നത് കാണേണ്ടി വരും. അത് ദൈവം കൊടുക്കാമെന്നൊന്നും പറയുന്നില്ല. ദൈവം ഉണ്ടോ ദൈവമില്ലെന്നൊന്നും ഇപ്പം നമുക്കൊന്നും വലിയ ഐഡിയ ഇല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളച്ചൊടിച്ച് ജീവിക്കുന്നവന്മാർക്കൊക്കെ ഈ നിരകിച്ച് ചാവുക എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലൊക്കെ എടുക്കട്ടെ.